അമേരിക്കയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സണ്ണി ഡേ ആണിന്ന്. അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ ഇറങ്ങിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന്. ഞങ്ങളുടെ ഗലിയും തൊട്ടടുത്ത ഗലിയും അവിടെ ഒരു പ്രീ സ്കൂളും ഒരു മെയിൻ സ്കൂളും ഉണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിറങ്ങിയാണ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു മരമാണ്. ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത് ഞങ്ങളുടെ സ്ട്രീറ്റ് എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. റോഡാണ്, മെയിൻ റോഡ്, ബസ് പോകുന്ന റോഡാണ്. പിന്നെ ഇതടുത്ത് ഒരു വീടിൻ്റെ മുന്നിലുള്ള കുറേ റോസപ്പൂവിൻ്റെ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ റോസപ്പൂ പ്രത്യേകം പറയേണ്ട കാഴ്ചയാണ്. ഒരുപാട് തരത്തിലുള്ളതായുള്ള റോസാപുഷ്പങ്ങൾ നല്ല ബഞ്ചായിട്ട് നിൽക്കുകയാണ്. മഞ്ഞ് കഴിഞ്ഞ് ഒരു നല്ല വെതറായി വന്നിരിക്കുകയാണ്. ആ സമയമായപ്പോഴത്തേക്കിന് പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതിനൊന്നും ഒരു വളമൊന്നും ചെയ്യുന്നതല്ല, തന്നെ പൊട്ടിക്കിളിച്ച് വന്ന് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നതാണ്. ഇതിനടുത്തുള്ളതായിട്ടുള്ള ഒരു സ്കൂളാണ് ഈ കാണുന്നത്. റോഡിൻ്റെ സൈഡിലുള്ള ഒരു സ്കൂളാണ്. വീണ്ടും നമ്മളിങ്ങപ്പുറത്തൊരു സ്ട്രീറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സ്ട്രീറ്റിലുള്ള വീടുകളാണ്. വീടിൻ്റെ മുൻവശത്തുള്ള റോസപുഷ്പങ്ങളാണ് പ്രത്യേകിച്ച് എനിക്ക് കാണിക്കാനുള്ളത്. ഓരോന്നും വേലിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമല്ല, ഓരോരുത്തരും അവരവരുടെ വീടുകളെല്ലാം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. വീടും ചെടികളെല്ലാം വെച്ച് ഇനി ഈ 1 മാസം 2 മാസം ശരിക്കും കൃഷിയാണ്. ചെടികൾ ഒത്തിരി വെച്ച് പിടിപ്പിക്കും. അതുപോലെ തന്നെ ബാക്ക് യാർഡിൽ പലതരത്തിലുള്ള പച്ചക്കറികളെല്ലാം നടും. 1, 2, 3 തൈകൾ മാത്രം മതി ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കിട്ടുന്നതിന് വേണ്ടി. ഇത് പ്രത്യേകിച്ച് പറയേണ്ടത് ഈ റോസപുഷ്പങ്ങളാണ്. ഇതിനൊരു വളം ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ സ്ട്രീറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു സ്ട്രീറ്റാണ്. പോണ്ടിയാക് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്ട്രീറ്റിൻ്റെ പേര് മോളിനി. അവിടെ വരുമ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വഴി തെറ്റി പോകത്തില്ല. ഓരോ വീടിൻ്റെ മുൻഭാഗത്ത് 1, 2 സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കടന്ന് വേണം ഉള്ളിട്ട് കയറി വീട്ടിലേക്ക് കടക്കാനായിട്ട്. ഇതാണ് മോളിനി സ്ട്രീറ്റ്, ഞങ്ങൾ താമസിക്കുന്നതായിട്ടുള്ള സ്ട്രീറ്റാണ്. വീടിൻ്റെ മുൻവശത്തൊരു റോഡുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നെടുക വീടുകളാണ്. മോളിനി സ്ട്രീറ്റാണ്, 88 അവന്യൂ. ഇതിൻ്റെ ബാക്കിലോട്ട് പോയാൽ ഇവിടെ നിന്ന് ബസ് കിട്ടും നമുക്ക് എവിടോട്ട് വേണമെങ്കിലും പോകുന്നതിന് വേണ്ടിയിട്ട്. നല്ലൊരു സുപ്രഭാതം. നിങ്ങൾ വെയിലുറച്ച് നിൽക്കുന്ന ഒരു സണ്ണി ഡേ ആണ്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അമേരിക്കൻ കാഴ്ചകൾ വേറെ ധാരാളമായിട്ടും കാണിക്കാം. വീടിൻ്റെ സൈഡിലുള്ള മരങ്ങളും ഒക്കെയാണ്. ഇതൊന്നും ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പോകുന്നത്. പിന്നെ വിശദമായിട്ട് കാണിക്കാം. ഒരു ദിവസം ഒരു ബ്ലോഗ് ഇല്ലാതെ വേണ്ടല്ലോ എന്ന് വെച്ച് എടുത്തിരിക്കുകയാണ്. 88 അവന്യൂ. ഈ റോഡ് ഈ സൈഡിൽ കൂടെ ബസ് പോകും. നമുക്ക് എവിടെയൊക്കെ വേണേലും കയറി പോകുന്നതിനായിട്ട്. വീണ്ടും നമ്മുടെ സ്ട്രീറ്റിലേക്ക് നമ്മൾ വരികയാണ്. ഓരോ സൈഡിലും ഓരോ സ്ട്രീറ്റിലും ഓരോ വീട്. ഇതൊരു ചെറിയ സ്കൂൾ, പ്രീ സ്കൂളാണ്. അവിടെ ഇച്ചിരി വെട്ടം കുറവുണ്ട്. സ്കൂളിൻ്റെ മുന്നിൽ സ്കൂൾ ബസ് കിടക്കുന്ന കൊച്ചു കുട്ടികളെ ചേർക്കുന്ന ഒരു സ്കൂളാണ്, പ്രീ സ്കൂളാണ്. പിന്നെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലുള്ളതായ ചില ചെടികളും പ്രത്യേകമായിട്ട് എൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞായിട്ടുള്ള ചില ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ചിലർ ചെറിയ കാറ്റാടിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡോൾസും ഒക്കെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുണ്ട് ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. ക്രിസ്മസ് ആകുമ്പോൾ ഭയങ്കര ഡെക്കറേഷനാണ്. ഇത് അതിൻ്റെ അടുത്ത ഗിലിയാണ്, ലൈമാൻ എന്ന് പറയുന്ന ഒരു ഗിലിയാണ്. നമ്മൾ ഓരോ സ്ട്രീറ്റും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ എവിടെ പോയിച്ച് വന്നാലും എല്ലായിടും കണ്ട ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഒരു വീടിൻ്റെ ഒരു സെയിലിന് വേണ്ടിയിട്ടാണ്. ആ വീട് വിൽക്കാനാണ്. അതിൻ്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചിരിക്കുക, ഫോർ സെയിൽ. ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കുക. ഭയങ്കര വിലയാണ് വീടിന്. ഇവിടെ അത് വലിയ പോഷ് ഏരിയ ഒന്നുമല്ല, എന്നാലും നല്ല വിലയാണ്. ഒരു 10-30 വർഷം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം 10-30 വർഷം എല്ലാ മാസവും നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് സ്വന്തമാവും വീട്. പൈസ ഉണ്ടെങ്കിൽ റെഡി ക്യാഷ് കൊടുത്തും വാങ്ങിക്കാം. പിന്നെ ഓരോ തരത്തിലുള്ളതായിട്ടുള്ള ചെടികൾ ഭയങ്കര അട്രാക്റ്റീവാണ്. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ പേടിച്ചാൽ ഞാൻ ഈ ക്യാമറ എടുക്കുന്നത്. ഇത് വീഡിയോ എടുക്കുന്ന എല്ലാ വീട്ടിലും ക്യാമറ വെച്ചിട്ടുണ്ട്, അവർക്ക് കാണാം. അങ്ങനെ അലൗഡ് അല്ല ഇങ്ങനൊന്നും ഫോട്ടോ ഒന്നും എടുക്കുന്നതിന് വേണ്ടി. ഇതൊരു മനുഷ്യൻ നിന്ന് അവിടെ ക്ലീൻ ചെയ്യുന്നതാണ്. ഒരു മെഷീൻ വെച്ചിട്ട് പുല്ലെല്ലാം വെട്ടിക്കളഞ്ഞ് അതെല്ലാം പറപ്പിച്ച് കളയുന്നത്. ഇത് കണ്ടോ, ഈ മഞ്ഞ നിറത്തിലുള്ള ഓറഞ്ച് കളറിലുള്ളതായിട്ടുള്ള ഈ പൂവ് എന്ത് ഭംഗിയായിരിക്കുന്നു. ഈ ഗലി കടന്നിട്ട് നമ്മൾ അടുത്ത റോഡിലേക്ക് കടക്കുകയാണ്. ഈ വീടിൻ്റെ സൈഡിലുള്ള മഞ്ഞ നിറത്തിൽ ഓറഞ്ച് കളറിലുള്ള റോസപ്പൂവാണ്. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒത്തിരി നിൽപ്പുണ്ട്. ഈ സൈഡിലുള്ള ഇതൊരു പ്രത്യേക തരത്തിലുള്ള റോസപ്പൂവാണ്.
എനിക്കറിയത്തില്ല എന്താണ് ഇതിൻ്റെ കളറ് പറയുന്നത്. ഇത് ഒരു ലോണ്ട്രിയാണ്. ലോണ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസമായി ഡ്രസ്സുകളെല്ലാം നമ്മൾ വെച്ചിരുന്നിട്ട് ഒന്നിച്ച് ഇതൊരു കോമൺ ലോണ്ട്രി. അവിടെ വലിയ വാഷിംഗ് മെഷീനുണ്ട്. അവിടെ കൊണ്ടിട്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് അത് കഴുകി ഉണക്കിക്കൊണ്ട്. ഇതൊരു സ്കൂളാണ്, പിള്ളേരുടെ ഒരു വലിയ സ്കൂളാണ്. അതിൻ്റെ പ്ലേ ഗ്രൗണ്ടും എല്ലാം കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്കൂളാണ്. പിന്നെ അവിടെ നിന്നുള്ള അടുത്ത സ്ട്രീറ്റ് നമ്മുടെ സ്ട്രീറ്റിലേക്ക് തിരിയുകയാണ്. ഇതുവഴി ബസ് പോകുന്ന റോഡാണ്. ഇവിടെ നമുക്ക് ബസ് കിട്ടും. പിന്നെ ഞങ്ങളുടെ സ്ട്രീറ്റിലേക്ക് ഇനി അടുത്തായിട്ട് കിടക്കുകയാണ്. ഒന്നുകൂടെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഒന്നുകൂടെ നമ്മുടെ ഗ്രൗണ്ടിൽ കൂടെ നമ്മുടെ ലേനിൽ കൂടെ വന്നിട്ട് റോസപ്പൂ കൊണ്ട് ഒരു റോസയാണ് നിൽക്കുന്നത്. എന്തുമാത്രം പൂക്കളാണ് ഇത് നിൽക്കുന്നതെന്നറിയാമോ? ഇത് വേറൊരു മൂട് റോസയാണ്. എന്ത് ഭംഗിയായിരിക്കും ഈ റോസ് എന്നറിയാമോ? പിന്നെ ഇങ്ങനെയുള്ള ബുഷിയായിട്ടുള്ള മരങ്ങളാണെങ്കിലും ഒക്കെയുണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു റോസപ്പൂ, ഭയങ്കര വലിപ്പമുള്ള ഒരു റോസപ്പൂവാണ് ഇത്. ഇനി നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽവക്കക്കാരനാണിത്. ഇവിടെ ഒരു വയലറ്റ് കളറിലുള്ള ഒരു പൂവുണ്ട്, അത് കാണിക്കാനായിട്ട് ഞാൻ വരുന്നത്. ഇത് കണ്ടോ, ഈ പൂവ് ഭയങ്കര രസം. ഇത് കാണാൻ വയലറ്റ് കളറിലുള്ള ഇല പോലെ ആയിരിക്കുന്നത്. അവരെന്നും വെള്ളം ഒഴിക്കുകയും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സൈഡിലുള്ളതായിട്ടുള്ള റോസയാണ്. തന്നെ പൊട്ടിക്കിളിച്ച് വന്നത്. വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് ഞാൻ. അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും.